ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ അടുത്ത ഒരുക്കം എന്ന് പറയാം. കാരണം ഡിസംബർ 25-ാം തീയതി നമ്മൾ ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു നല്ല സുദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൻ്റെതായ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊള്ളുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സഖാവ് നമ്മുടെ പിന്നാലെ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ അനൗൺസ്മെൻറ്റ് പോകും. അനൗൺസ്മെൻറ്റ് പറയും നമ്മുടെ പിന്നാലെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് വരികയാണ്, നമ്മളെല്ലാവരും അങ്ങനെ. അപ്പോൾ അതൊരു പബ്ലിസിറ്റി കൊടുക്കുകയാണ്, അതുപോലെ തന്നെ വരവേൽപ്പ് കൊടുക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് കൊടുക്കുന്ന ഒരു വരവേൽപ്പാണ്. ഈ ഒരു കാര്യം തന്നെയാണ് സ്നാപയോഹന്നാൻ ഇവിടെ ഇന്ന് ചെയ്യുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുവാനായിട്ട് യേശുവിൻ്റെ മുൻപേ കടന്നു വന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നു: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ്, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നുവെന്ന് വചനം വ്യക്തമായി പറയുകയാണ്. എന്നിട്ട് വചനം പറയുന്നു, അവൻ വെളിച്ചമായിരുന്നില്ല, മറിച്ച് വെളിച്ചമായ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. എന്നിട്ട് നമ്മൾ തിരുവചനത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു, രാജാക്കന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. കാരണം ജനങ്ങളെല്ലാവരും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട്, ഈ ദുരിതത്തിൽ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഒരു രക്ഷകൻ കടന്നു വരും, അവൻ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു വലിയ വിശ്വാസം ഒത്തിരിയേറെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതേസമയം അതിൻ്റെ ഒരു മറുപുറം രാജാക്കന്മാർക്കൊക്കെ ഒരു അസ്വസ്ഥത. തങ്ങളെക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനോ, സ്നാപയോഹന്നാൻ എന്ന പറഞ്ഞ ഒരു മനുഷ്യൻ ഇതാ മരുഭൂമിയിൽ കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, അവൻ്റെ പാതകൾ നേരെയാക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാനസാന്തരത്തിൻ്റെ വചനമൊക്കെ പ്രഘോഷിക്കുന്നു. ഞങ്ങളെക്കാൾ ശക്തനായ ഒരു മനുഷ്യൻ വരുന്നു. അത് രാജാക്കന്മാർക്ക് അവിടെ അസ്വസ്ഥതയുണ്ടാകുന്നു. ഒരുപറ്റം ജനങ്ങൾക്ക് പുതിയ രക്ഷകനിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു. അങ്ങനെ യോഹന്നാൻ്റെ ഈ അനൗൺസ്മെൻറ്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറേയേറെ മനുഷ്യർ യോഹന്നാൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണ്: നീ നിന്നെക്കുറിച്ചൊരു സാക്ഷ്യം പറയുന്നു, നീ ആരാണ്, നീ എന്തിനു വന്നു? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാണോ? അപ്പോൾ യോഹന്നാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല. നീ ഏലിയായാണോ? അവൻ പറഞ്ഞു, ഞാൻ ഏലിയായല്ല. നീ പ്രവാചകന്മാരിൽ ആരെങ്കിലുമാണോ? ഞാൻ പ്രവാചകന്മാരിൽ ആരുമില്ല, മറിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ പാതകൾ നേരെയാക്കുന്നു. ഇതാണ് യോഹന്നാന് ഈശോയെക്കുറിച്ച് നൽകുന്ന ഇതിന്. അതിനുശേഷം നമ്മൾ വചനം തുടർന്ന് വായിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം, അടുത്ത ദിവസം ഈശോ വരുന്നത് കണ്ടിട്ട് സ്നാപയോഹന്നാൻ മുന്നോട്ട് വയ്ക്കുകയാണ്: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇവനെപ്പറ്റിയാണ് ഞാൻ ഇത്രയും കാലം അനൗൺസ്മെൻറ്റ് ചെയ്തത്, ഇവനെപ്പറ്റിയാണ് ഞാൻ ഇത്ര നാളും നിങ്ങളോട് പറഞ്ഞു നടന്നത്. കാരണം ഇവൻ ശക്തനാണ്. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകുകയാണെങ്കിൽ ഇതാ ഈ മനുഷ്യൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. അത് വളരെ മനോഹരമായിട്ടുള്ള യേശുവിനെക്കുറിച്ചുള്ള സ്നാപയോഹന്നാൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യോഹന്നാന് യേശുവിനെ തിരിച്ചറിയാനുള്ള അടയാളം ഇപ്രകാരമായിരുന്നു: ഒരു മനുഷ്യൻ നിൻ്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിക്കും, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതായിട്ട് നീ കാണുന്നുവോ, അവനാണ് വരാനിരിക്കുന്ന രക്ഷകൻ. ഈ ഒരു തെളിവ് വെച്ചുകൊണ്ട് മാത്രമാണ് സ്നാപയോഹന്നാൻ ആ പ്രദേശത്ത് മൊത്തം യേശുവിനെക്കുറിച്ച് പ്രഘോഷിച്ചത്. യേശുവിനെ വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു, എന്നിട്ടും യേശുവിനെക്കുറിച്ച് ഉള്ള പ്രഘോഷണം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. നമുക്കറിയാം, മരുഭൂമി എന്നത് സഹായമില്ലാത്ത ഒരു അവസ്ഥയുടെ ഒരു മേഖലയാണ്. ഒറ്റപ്പെട്ട വരണ്ട നിലങ്ങളുള്ള പ്രദേശമാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. ഇവിടെ മരുഭൂമി നിറഞ്ഞ മനുഷ്യ മനസ്സുകളിൽ മരുഭൂമി നിറയുമ്പോൾ ഒറ്റപ്പെടലുകൾ, ഏകാന്തത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മരുഭൂമിക്ക് തുല്യമാക്കി മാറ്റുന്നു. ഇവിടെ കർത്താവിൻ്റെ വചനവുമായിട്ട് സ്നാപയോഹന്നാൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഒരു അനുതാപത്തിലൂടെ കർത്താവിൽ വിശ്വസിക്കുവാനുള്ള ഒരു പാത നമുക്ക് മുന്നിൽ തുറന്നു തരികയാണ് ഇവിടെ സ്നാപയോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവരായ മനുഷ്യർ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട ഒരു കാര്യവും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ ശബ്ദമായി തീരുക, കർത്താവിന് വഴിയൊരുക്കുക. ഇനി എപ്രകാരമാണ് നമ്മൾ കർത്താവിന് വേണ്ടി വഴിയൊരുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പച്ചയായി ജീവിതത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഒരു പ്രഘോഷണമാണ്, കർത്താവിന് വഴിയൊരുക്കലാണ്.
വേദനിക്കുന്ന മനുഷ്യൻ്റെ മുൻപിൽ ചെന്നുകൊണ്ട് അവന് വേണ്ടതായ തുണയും ആശ്വാസവും സ്നേഹവും ഒക്കെ നൽകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പകർന്നു നൽകുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ്. അവന് കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ പാതകൾ നേരെയാക്കുന്ന നല്ല മനുഷ്യരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. കാരണം ഉണ്ണീശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ജനിക്കുവാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പാത നേരെയാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തിൽ നന്മയുടെ പൊൻവെളിച്ചമായിട്ട്, നന്മയുടെ പ്രകാശമായിട്ട് നമ്മൾ തീരുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് വളരെ മനോഹരമായിട്ട് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്മസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുമ്പോൾ നമ്മൾ എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ഒരു പെരുന്നാളാണ് ഈ ക്രിസ്മസ്. അതുകൊണ്ട് നമുക്ക് എളിമയോടെ ജീവിക്കാൻ, മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ആവശ്യങ്ങളിൽ ഒരു താങ്ങായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് തീരുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് ഒരു സാക്ഷ്യമാണ് നമ്മൾ വഹിക്കുന്നത്. അതുകൊണ്ട് ഉണ്ണീശോ എൻ്റെയും നിൻ്റെ ഹൃദയത്തിൽ പിറക്കട്ടെ. നമ്മുടെ ഹൃദയത്തെ അതിന് തക്കതായ ഒരു ഇടമാക്കി നമുക്ക് മാറ്റാം. അതിന് ഈ വിചിന്തനങ്ങളൊക്കെ തന്നെ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിപരുത്ത അവസ്ഥകൾ മാറ്റി കർത്താവിന് കടന്നു വരുവാനായിട്ട്, കർത്താവിന് അവതരിക്കുവാനായിട്ടുള്ള ഒരു നല്ല നിലമായി നമ്മുടെ ഹൃദയത്തെ മാറ്റാം. അതിന് ഈ വചനങ്ങളൊക്കെയും നമ്മളെ സഹായിക്കും. അങ്ങനെ ഞാനും നീയും കർത്താവിൻ്റെ ശബ്ദമായിട്ട് ഈ ഭൂമിയിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുമസ് അനുഭവിക്കാനും, അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ ഈ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അടുത്ത ഒരുക്കം നമുക്ക് ഒരുമിച്ചിരുന്ന നമ്മളെ